ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൾക്ക് 3.5 വയസ്സേ ഉള്ളൂ. അവൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ശക്തമായ ഒരു കാറ്റടിച്ചു. അപ്പോൾ അവൻ പേടിച്ചിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് പപ്പ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫാദറും അടുത്തിരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടു, മോനെ നീ ഒരാണല്ലേ, ആണുങ്ങൾ ഒരിക്കലും കരയാറില്ല, ആണുങ്ങൾ എന്ത് പ്രശ്നം വന്നാലും മുന്നിൽ നിൽക്കണമെന്നൊക്കെ. സോ ഇതുപോലെ പലരും അവനോട് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? ഇതുപോലെ ചെറുപ്പം മുതലേ നമ്മൾ ആൺകുട്ടികളോട് ഇങ്ങനെ പറഞ്ഞ് എന്തോ ഒരു സൂപ്പർമാനിസം അവനിൽ ഉണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ അവർ ജീവിതകാലം മുഴുവൻ ഒരു പ്രഷർ കുക്കർ ജീവിക്കുന്നത് പോലെ ജീവിച്ച് തീർക്കേണ്ടി വരും. ചിലപ്പോഴൊക്കെ അത് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. ഇത് ഞാൻ പറയുന്നത് തെളിവ് സഹിതമാണ്. നമ്മുടെ ലോകത്തിൽ സ്ത്രീകളെക്കാൾ 4 മടങ്ങ് അധികം ആത്മഹത്യ ചെയ്യുന്നത് ഇപ്പോഴത്തെ പുരുഷന്മാരാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സൂപ്പർമാനിസമാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ അച്ഛന്മാരെയും ചേട്ടന്മാരെയും അനിയന്മാരെയൊക്കെ നമുക്ക് ഈ ആത്മഹത്യയിൽ നിന്നൊന്ന് രക്ഷിക്കണ്ടേ. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് പുരുഷന്മാർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസും അതിൻ്റെ പോംവഴികളുമാണ്. സോ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചലഞ്ചസ് പുരുഷന്മാരുടെ തലയെടുപ്പ് നിലനിർത്താൻ പെടുന്ന തത്രപ്പാടുകളാണ്. നമ്മളുടെയൊക്കെ അച്ഛൻ്റെയും മുതുമുത്തച്ഛന്മാരുടെയൊക്കെ കാലഘട്ടത്തിൽ പുരുഷൻ വളരെ സ്ട്രോങ് ആണെന്നും അതുകൊണ്ട് തന്നെ പുരുഷൻ മാത്രമാണ് പുറത്തു പോയി ജോലി ചെയ്യേണ്ടതെന്നും പുരുഷൻ്റെ മാത്രം കടമയാണ് വീട്ടിലെ സാമ്പത്തികപരമായ എല്ലാ നീഡ്സുകളും നിറവേറ്റേണ്ടത് എന്നുള്ള ധാരണ ആ സമയമൊക്കെ ഏറെക്കുറെ ശരിയായിരിക്കാം. പക്ഷേ അതേ സെയിം തെറ്റിദ്ധാരണ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. അതുപോലെ വീട്ടിലെ സ്ത്രീകളെന്ന് പറയുന്നത് അടുക്കളയിലെ ജോലികളും അതുപോലെ കുട്ടികളെ വളർത്താനും വേണ്ടി മാത്രം ഉള്ളൊരു മെഷീനാണെന്ന് തെറ്റിദ്ധരിച്ച് ഇപ്പോഴും ജീവിക്കുന്നു. വേറൊരു പ്രധാനപ്പെട്ട ധാരണയാണ് ചില ജോലികൾ മാത്രമേ പുരുഷന്മാർ ചെയ്യാവൂ, ചില ജോലികൾ ചെയ്യരുത്. ഉദാഹരണം പറയുവാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ നേഴ്സിങ്ങിന് പോകുന്നത്, അതായത് ആണുങ്ങൾ നേഴ്സിങ്ങിന് പോകുന്നത് എന്തോ വലിയ നാണക്കേട് പോലെ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ധാരണകൾ വെച്ച് പുലർത്തുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എവിടെയെന്നറിയാം. ആണുങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് അവർ തന്നെ അങ്ങ് തെറ്റിദ്ധരിക്കും. അതിൻ്റെ ഫലമോ എല്ലാ പ്രശ്നങ്ങളും ആണുങ്ങൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കും, വേറെ ആരോടും ഷെയർ ചെയ്യില്ല. അങ്ങനെ ഹാൻഡിൽ ചെയ്ത് എവിടെയെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ അവർ ഒറ്റയ്ക്ക് തന്നെ അതിൻ്റെ പരിഹാരം കാണാൻ ശ്രമിക്കും. പക്ഷേ അവസാനം പരിഹാരം കാണാൻ പറ്റാത്ത പ്രശ്നങ്ങളിലാണ് അകപ്പെടുന്നതുണ്ടെങ്കിൽ അവരൊരു പ്രഷർ കുക്കർ പൊട്ടുന്നത് പോലെ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കാത്ത പ്രഷർ കുക്കർ ആണെങ്കിൽ ഇങ്ങനെ നീറി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരും. ഈ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്കൊരു സൊല്യൂഷൻ വേണ്ടേ? ഇന്ന് ഈ ലോകത്ത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. അതിൻ്റെ പേരാണ് ജെൻഡർ ഇക്വാലിറ്റി. ഈ ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ കേൾക്കുമ്പോഴത്തേന് ആണുങ്ങളുടെ ധാരണ അത് പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന്. എന്നാൽ അല്ല, അത് ആണുങ്ങൾക്കും വേണ്ടി കൂടെ ഉള്ളതാണ്. ആണിനും പെണ്ണിനും ഭൂമിയിൽ ജോലി ചെയ്യാനും ജീവിക്കാനും അതുപോലെ സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശം തുല്യമാണ്. അതുപോലെ തന്നെയാണ് റെസ്പോൺസിബിലിറ്റീസും ഈക്വലായിട്ട് തന്നെ ഷെയർ ചെയ്യുക. എസ്പെഷ്യലി നമ്മളുടെ വീട്ടിലെ ദൈനംദിന ചെലവുകളടക്കം ഈക്വലായിട്ട് 2 പേരും ഷെയർ ചെയ്യുക. അതുകൊണ്ട് ഇന്നു മുതൽ വീട്ടിലെ സ്ത്രീകളെ വീട്ടിലിരുത്താതെ ഏതെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഇതിന് 2-3 ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മളുടെ കുടുംബത്തിലേക്കുള്ള വരുമാനം കൂടും, അതുപോലെ എല്ലാവരും ബിസി ആയതുകൊണ്ട് തമ്മിലുള്ള വഴക്കുകളുടെ എണ്ണം കുറയും, നമ്മൾക്ക് കുറച്ചുകൂടെ സമാധാനവും കിട്ടും. അതുകൊണ്ട് എൻ്റെ പേഴ്സണലി ഉള്ള ഒപ്പീനിയൻ ഇതാണ്, വീട്ടിലെ എല്ലാവരെയും ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ജോലിയാണെങ്കിലും അത് ചെയ്യാൻ പ്രേരിപ്പിക്കുക. എന്തിനാണ് നമ്മൾ മാത്രം ഈ പ്രഷറല്ല അവിടെ താങ്ങിക്കൊണ്ട് നടക്കുന്നത്? എല്ലാവർക്കും ഈക്വലായിട്ട് ഷെയർ ചെയ്യുക. അവരും കൂടി ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് അറിയട്ടല്ലേ. അടുത്തതായി പുരുഷന്മാർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് തൊഴിലില്ലായ്മ. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാഞ്ഞിട്ടല്ല നിങ്ങൾ ജോലി ചെയ്യാത്തത്, ഇന്ന ജോലിയെ ചെയ്യാവൂ എന്ന തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്. നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾക്ക് അത്യാവശ്യം സാലറി ശമ്പളം കിട്ടുന്ന ജോലി മറ്റുള്ളവരെ ദ്രോഹിക്കാത്തൊരു ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ചെയ്യുന്നതിൽ ഒരു നാണക്കേടുമില്ല. അതിന് നിങ്ങൾ കുറേ ഡിഗ്രികൾ ചെയ്തുകൊണ്ട് സമയം കളയാതെ നിങ്ങളുടെ സ്കില്ലുകൾ എന്താണോ അത് വളർത്താനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കോഴ്സുകൾക്ക് പോയി ചേരുക. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ പഠിച്ചത് BCom ഗ്രാജുവേഷനാണ്. പക്ഷേ ഞാൻ ആ BCom കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ജോലി ചെയ്യുന്നതും ഞാനിപ്പോൾ ജീവിക്കുന്നതും ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഞാൻ ആ ഡിഗ്രിയുടെ ബലത്തിലല്ല. ഞാൻ എൻ്റെ സ്കില്ലുകൾ, എൻ്റെ ഇഷ്ടം എന്താണോ അത് വളർത്തിയെടുത്തത് കൊണ്ട് മാത്രമാണ്. സോ ഇഷ്ടം പോലെ ഓൺലൈൻ കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അല്ല, നിങ്ങൾക്ക് ചിലവ് കുറഞ്ഞതാണെന്ന് നോക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാരത സർക്കാർ തന്നെ സ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി വഴി ഇഷ്ടം പോലെ കോഴ്സുകൾ ഇപ്പോൾ നിങ്ങളുടെ നിയർ ബൈ അവൈലബിൾ ആയിരിക്കും. അതിന് ചിലവും കുറവായിരിക്കും. അതുപോയി പഠിക്കുക, നിങ്ങളുടെ കഴിവുകൾ, സ്കില്ലുകൾ വളർത്തിയെടുക്കുക, കുറേ ഡിഗ്രി ചെയ്ത് നിങ്ങളുടെ സമയം കളയാതിരിക്കുക. വേറൊരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മളുടെ പാരമ്പര്യം പേറി നടക്കുക എന്നുള്ളത്.
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ മുതുമുത്തച്ഛന്മാരെയോ മുത്തച്ഛന്മാരെയോ റോൾ മോഡൽസ് ആക്കിക്കൊണ്ട് ഇനിയത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങൾ റോൾ മോഡൽസ് ആക്കേണ്ടത് ഈ പരമ്പരാഗതമായ സിസ്റ്റത്തെ എല്ലാം തച്ചുടച്ച് മുമ്പിലേക്ക് കയറി വന്ന് വിജയിച്ച് കാണിച്ച പുരുഷന്മാരെ റോൾ മോഡൽസ് ആക്കുക. എനിക്കും ഇഷ്ടം പോലെ റോൾ മോഡൽസ് ഉണ്ട്. ഇത്രയൊക്കെ ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയോ? കഴിഞ്ഞ 15-20 വർഷത്തെ ഡേറ്റ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് സ്ത്രീകളും പുരുഷന്മാരും ആത്മഹത്യ ചെയ്യുന്നത് ഒരുപോലെയായിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ഏകദേശം 5.5 ലക്ഷം ആണുങ്ങൾ കൂടുതലായി ജീവിച്ചിരുന്നേനെ. അത് അറ്റ്ലാന്റ എന്ന് പറയുന്ന സ്ഥലത്തെ ടോട്ടൽ പോപ്പുലേഷൻ്റെ അത്രയും വരും. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ അച്ഛനോ ചേട്ടന്മാർക്കോ കൂട്ടുകാർക്കോ അനിയന്മാർക്കോ അതുപോലെ പാർട്ട്നേഴ്സിനോ ആർക്കെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടും എന്ന് തോന്നുവാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വന്നേക്കാം. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ ഓരോ ജസ്റ്റ് പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്തു, ബാക്കി പറഞ്ഞിട്ടുള്ളതെല്ലാം എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ബിക്കോസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫേസ് ചെയ്ത കുറേ ചലഞ്ചസ് ഉണ്ട്. അത് ഞാൻ നിങ്ങളോട് പിന്നീട് ഷെയർ ചെയ്യാം. പക്ഷേ ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് അതെല്ലാം ഫേസ് ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായ പ്രശ്നങ്ങളും അത്രയും പ്രശ്നങ്ങൾ മേ ബി ഒരുമാതിരിപ്പെട്ട ആളുകൾ ചിലപ്പോൾ താങ്ങിയെന്ന് വരില്ല. സോ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ. ഒരിക്കലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാതിരിക്കുക, ആളുകളോട് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് ടോപ്പിക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ റെസ്പോൺസ് നോക്കിയിട്ട് വേണം അടുത്ത ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ. നമ്മളുടെ ഒരു ഫിറ്റ്നസ് ചാനലാണ്, പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മളിടയ്ക്ക് ചെയ്യുന്നുണ്ട്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ.